ഹൈ ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ അടുത്തിടെ വന്നിട്ടുള്ള 8 കിടിലൻ ഫീച്ചേഴ്സുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ബോണസ് ഫീച്ചർ വീഡിയോയുടെ അവസാനം കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനും കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ സമയം കളയുന്നില്ല, പെട്ടെന്ന് വീഡിയോ തുടങ്ങാം. സൈലൻസ് അൺനോൺ കോളർ. നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും വാട്സപ്പിലൂടെ കോളുകൾ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അതിനായിട്ട് നമുക്ക് പ്രൈവസി പോയിട്ട് കോൾസ് എന്ന ഓപ്ഷനിൽ നമുക്ക് സൈലൻസ് അൺനോൺ കോളർ എന്ന ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അൺനോൺ ആയിട്ടുള്ള നമ്പറുകളിൽ നിന്നും കോളുകൾ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. ട്രാൻസ്ഫർ ചാറ്റ്സ്. നമ്മളിപ്പോൾ പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ പഴയ സ്മാർട്ട് ഫോണിലെ വാട്സപ്പിലുള്ള മൊത്തം കാര്യം നമുക്ക് പുതിയ ഫോണിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വാട്സപ്പ് സെറ്റിങ്സിനകത്ത് ചാറ്റ്സ് എന്ന ഓപ്ഷനിൽ പോവാം. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ട്രാൻസ്ഫർ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ക്യാമറ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ രണ്ടാമത്തെ ഫോണിൽ, പുതിയ ഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെയിം നമ്പറിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ QR കോഡ് കാണാം. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചാറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തത് നമുക്ക് ഫോട്ടോകളും വീഡിയോകളും നമ്മൾ എടുത്ത അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് HDയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ആദ്യം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക ഗാലറിയിൽ നിന്നും. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ HD എന്നൊരു ഓപ്ഷൻ കാണാം. മുകളിൽ ഫസ്റ്റത്തെ ഓപ്ഷനാണ്, മുകളിൽ നിന്ന് കാണാം. അതിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക. എന്നിട്ട് താഴെ 2 ഓപ്ഷൻ വരും, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, HD ക്വാളിറ്റി. നമ്മളിവിടെ HD ക്വാളിറ്റി സെലക്ട് ചെയ്യുക. ഓക്കെ, HD ക്വാളിറ്റി സെലക്ട് ചെയ്ത ശേഷം സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ HD ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതേ ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്ക് ഓഡിയോ മെസ്സേജ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോഴും അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫീച്ചർ വന്നിട്ട് കുറച്ച് നാളായി. നമ്മളിപ്പോൾ സ്റ്റാറ്റസിൽ പോയിട്ട് പെൻ ഐക്കണിൽ പോവാം. എന്നിട്ട് ഇവിടെ നമുക്ക് മൈക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോർമൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ റെക്കോർഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ മുകളിലോട്ട് സ്ലൈഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്ക് ഓഡിയോ ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാൻ പറ്റും. അടുത്തത് വാട്സപ്പിൽ നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് വീണ്ടും വേണ്ടത് ആ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് 15 മിനിറ്റിനുള്ളിൽ എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ കോളിലൂടെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയലോ മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ പോവാം. എന്നിട്ട് നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷനും കാര്യം എന്താണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫോണിൽ എന്താണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് രണ്ടാമത്തെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നവർക്ക് അത് കാണാൻ പറ്റും. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ ചേഞ്ച് ചെയ്താൽ ആ ആപ്ലിക്കേഷനായിരിക്കും കാണുക. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ വാട്സപ്പ് അവിടെ വന്നു. അപ്പോൾ അതേപോലെ ഏത് ആപ്ലിക്കേഷനും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു ഫോണിൽ നിന്നും ഇതേപോലെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഷെയർ ബട്ടൺ ഉണ്ടാവും. ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാം. വാട്സപ്പ് സ്റ്റാറ്റസിന് പകരം അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷനായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്ഡേറ്റ് എന്ന ഓപ്ഷനിൽ സ്റ്റാറ്റസിന് ഏറ്റവും താഴെ നമുക്ക് ചാനൽ എന്ന പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരുപാട് സെലിബ്രിറ്റീസ്, പിന്നെ ന്യൂസ് ചാനൽസിൻ്റെ അങ്ങനെ ഒരുപാട് ചാനൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൈൻഡ് ചാനൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചാനൽ ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പ്ലസ് ബട്ടണിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റും. അവർ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അതേപോലെ തന്നെ അതേ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല, ചിലർക്ക് മാത്രം അങ്ങനെയുള്ള ഒരു ഫീച്ചർ കൂടി ലഭിച്ചിട്ടുണ്ട്. വാട്സപ്പിൽ ഇനി മുതൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ അഗ്രി ആൻഡ് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ വാട്സപ്പ് അക്കൗണ്ടും നമുക്ക് ഈ ഒരു ഫീച്ചറിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ സെയിം ഡ്രോപ്പ് ഡൗൺ മെനുവിൽ പോയിട്ട് നമ്മൾ അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഏത് അക്കൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത് സ്വിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവസാനത്തെ ബോണസ് ഫീച്ചർ ഗ്രൂപ്പ് സെറ്റിംഗ് ആണ്. നമ്മൾ പുതുതായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ അപ്ഡേറ്റിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഗ്രൂപ്പിൽ ആരൊക്കെ മെസ്സേജ് അയക്കണം, ആരൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയുള്ള പുതിയൊരു ഫീച്ചർ കൂടി പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അപ്പോഴേക്കും ടാറ്റ ബൈ ബൈ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.